Assalamu alaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala asrafi rasulillah wa ala alihi wa sahbihi al-faizina biridallah amma ba'd. Bismillahirrahmanirrahim. Ihdinas siratal mustaqim. Sadaqallahu maulana al-aliyyil azim. പ്രിയപ്പെട്ട SKSF മീഡിയ ഗ്രൂപ്പിലുള്ള സഹൃദയരായ സഹോദരങ്ങൾ, അല്ലാഹു തആല നാം ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പുണ്യനബിയുടെ ചോദ്യവും ഇബ്ലീസിന്റെ മറുപടിയും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇബ്ലീസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ശത്രുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ആക്കുമ്പോൾ തന്നെ പറഞ്ഞത് നിന്റെ ശത്രു ഇബ്ലീസാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു തആല പറയുന്നുണ്ട്, അലം അഹ്ദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്ന് പറയുകയാണ്. പരോക്ഷമായിട്ടല്ല, പ്രത്യക്ഷമായ ശത്രു. അതുകൊണ്ടാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഖാലിഫിൻ നഫ്സ വശൈതാന വസ്ഫിഹിമാ വഇൻഹുമാ മഹല്ല കന്നുസ്ഹ ഫത്തഹിമി. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ എന്താക്കുക, നിന്റെ ശരീരത്തിനോടും നഫ്സിനോടും ശൈത്താനിനോടും നീ എതിരാകണമെന്ന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവർ രണ്ടാളും എത്ര നല്ല സതുപദേശം തന്നാലും നീ തെറ്റിദ്ധരിക്കണം. കാരണം അതിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാകും. അതല്ലേ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, എല്ലാ രാത്രിയിലും മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കും. അങ്ങനെ ഒരു ദിവസം മുആവിയ റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയി. സുബഹി ബാങ്ക് കൊടുത്തപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു. അപ്പം മുആവിയ റളിയല്ലാഹു അൻഹു കരഞ്ഞു, വല്ലാണ്ട് കരഞ്ഞ് അങ്ങേയറ്റം തളർന്നു പോയപ്പോൾ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു, മുആവിയ, എല്ലാ രാത്രിയും നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാനുള്ളത് കൊണ്ട് ഇന്ന് നിങ്ങളുടെ കരച്ചിലിന്റെ കാരണം 1000 റക്അത്ത് നിസ്കരിച്ച കൂലി നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തന്നിരിക്കുന്നു എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. പിറ്റേ രാത്രി മുആവിയ റളിയല്ലാഹു അൻഹു ഉറങ്ങി. തഹജ്ജുദിന്റെ സമയമായപ്പോൾ ഒരാൾ വന്നിട്ട് വിളിച്ചുണർത്തി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊന്നും സംസാരിക്കാൻ സമയമില്ല, പെട്ടെന്ന് തഹജ്ജുദ് നിസ്കരിക്കണം, പിന്നെ സംസാരിക്കാം. പെട്ടെന്ന് തഹജ്ജുദ് നിസ്കരിച്ച് എന്നിട്ട് ചോദിച്ചു, ആരാ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇബ്ലീസാണ്. അപ്പോൾ ചോദിച്ചു, മതാ കുന്ത സ്വാലിഹൻ വനാസിഹ, നീ എപ്പോഴാണ് നല്ലവനായത്, നീ എപ്പോഴാണ് ഒരു സതുപദേശം ചെയ്യുന്നവനായത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഇബ്ലീസ് പറഞ്ഞത്, ഞാൻ സതുപദേശം ചെയ്യാൻ നല്ലവനായത് കൊണ്ടല്ല ചെയ്തത്, മറിച്ച് ഞാൻ ചെയ്യാൻ കാരണം നീ ഇന്നലെ നിസ്കരിക്കാതെ കരഞ്ഞതുകൊണ്ട് അള്ളാഹുവിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു, നീ അള്ളാഹുവിലേക്ക് വല്ലാണ്ട് അടുത്തു. ഇന്നും നീ കരഞ്ഞാൽ നീ പിന്നെയും അള്ളാഹുവിലേക്ക് അടുക്കും. അത് അടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചത് എന്ന് ഇബ്ലീസ് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് പറഞ്ഞത്, വഇൻഹുമാ മഹല്ല കന്നുസ്ഹ ഫത്തഹിമി, ശരീരവും നിന്റെ നഫ്സും ശൈത്താനും നിന്നോട് പറയുന്നത് നല്ല കാര്യമാണെങ്കിലും അതിലും എന്തെങ്കിലും ഒരു നിഗൂഢതയുണ്ടാകും. അങ്ങനെയുള്ള ശൈത്താൻ, ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുമ്പോൾ യാത്ര ചെയ്തു ക്ഷീണിതനായി ഒരു പൊളിഞ്ഞു വീഴാറായതായ ഒരു മതിലിന്റെ താഴെ കിടന്നപ്പോൾ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, എടാ പെട്ടെന്ന് എഴുന്നേൽക്കണം, നീ കിടന്നതായ മതിലിപ്പോൾ വീണു പോകും, നിന്റെ മേത്ത് വീണു പോകും എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. നോക്കുമ്പോൾ മതിൽ പൊളിഞ്ഞു വീണു. അയാൾ രക്ഷപ്പെട്ടപ്പോൾ ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇബ്ലീസാണ്. അപ്പോൾ പറഞ്ഞു, നീ ഇത്ര നല്ലവനായ നിന്നെ കൊണ്ടാണോ ആളുകൾ ക്ഷപിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്ന് നിന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ കാരണം നീ എങ്ങാലും ആ മതിലിന്റെ അടിയിൽപ്പെട്ട് മരിച്ചു പോയാൽ നിനക്ക് ഷഹീദിന്റെ കൂലിയാ കിട്ടുക, അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ഇബ്ലീസ് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്, ഇബ്ലീസ് എന്ന് പറയുന്നത് നല്ല വഴിയിലൂടെ വന്നാലും ശത്രുവാണ്, മോശപ്പെട്ട വഴിയിലൂടെ വന്നാലും ശത്രുവാണ്. ആ ഇബ്ലീസിനോട് ഒരു ദിവസം അല്ലാഹു തആല പറഞ്ഞു, നീ മുഹമ്മദ് നബിന്റെ അടുത്ത് പോകണം, എന്നിട്ട് മുഹമ്മദ് നബി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകണമെന്ന് പറഞ്ഞു.
അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. മുഹമ്മദ് നബി പോയപാട് ചോദിച്ചു, മന്നന്ത, നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇബ്ലീസാണ്. എന്താ വന്നത്? നിങ്ങളുമായി സംസാരിക്കാൻ അള്ളാഹു താല എന്നെ കൽപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്ലീസിനോട് ചോദിച്ചു, എനിക്ക് എത്ര ശത്രുക്കളുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് 15 ശത്രുക്കളുണ്ട്. ഇബ്ലീസിന്റെ ശത്രുക്കൾ 15 ആളുകളാണ്. അപ്പോൾ ചോദിച്ചു, അതിൽ ഒന്നാരാണ്? ആദ്യമായിട്ട് നിന്റെ ശത്രു ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഇബ്ലീസ് കൊടുത്ത മറുപടി, അന്ത യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണ് നബിയെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്ലീസ് മറുപടി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ ആദ്യത്തെ ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇബ്ലീസിന്റെ പരിപാടി എന്ന് പറയുന്നത് നന്മയിൽ നിന്ന് തിന്മയിലേക്ക് ജനങ്ങളെ എത്തിക്കലും നരകത്തിലേക്ക് ആളെക്കൂട്ടലുമാണ് ഇബ്ലീസിന്റെ ഏർപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏർപ്പാടെന്ന് പറയുന്നത് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ബഹുദൈവാരാധനയിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അങ്ങനെയുള്ള ഇബ്ലീസ്, അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്ലീസിന്റെ ശത്രുവാണ്. കാരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ഇബ്ലീസ് കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ പോലും ഇബ്ലീസ് കരയേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇബ്ലീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായതുകൊണ്ടാണ്. രണ്ടാമത്തെ ശത്രു ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇബ്ലീസ് പറഞ്ഞത്, രണ്ടാമത്തെ ശത്രു ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, ജനങ്ങളുടെ ക്ഷാമവും ക്ഷേമവും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന, പാവപ്പെട്ടവർക്ക് അത്താണിയായിട്ട് നിൽക്കുന്നവർ എന്ന ഇമാമ്, നീതിമാനായ ഭരണാധികാരി, അവർ എൻ്റെ ശത്രുവാണ് എന്ന് ഇബ്ലീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. കാരണം അക്രമിയായ രാജാവെന്ന് പറയുമ്പോൾ പാവപ്പെട്ടവന്റെ കണ്ണുനീരും പാവപ്പെട്ടവന്റെ രക്തവും പാവപ്പെട്ടവന്റെ കബന്ധവും അവന് അമ്മാനമാടാനുള്ളതാ. പാവപ്പെട്ട പെണ്ണുങ്ങളുടെ മാനവും അവരുടെ ശരീരവും അവർക്ക് സുഖിക്കാനുള്ളത്. നീതിമാൻ എന്ന് പറയുമ്പോൾ പാതിരാവിന്റെ പാതിവേളയിലും നിശയുടെ നിശബ്ദതയിലും ഇരുളിന്റെ ചുരുളിലും പാവപ്പെട്ടവന്റെ ക്ഷേമം, പാവപ്പെട്ടവന്റെ ക്ഷാമം ഇതൊക്കെ അന്വേഷിച്ച് നടക്കലാണ് നീതിമാനായ ഭരണാധികാരിയുടെ. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പാതിരാ സമയങ്ങളിൽ പ്രജകളുടെ ക്ഷേമം അറിയാൻ വേണ്ടി നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നു. ആ വീട്ടിലേക്ക് കടന്നു പോയപ്പോൾ കാണുന്നത് പ്രസവ വേദന എടുത്ത് കരയുന്ന പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു പെണ്ണും ആ പെണ്ണിന്റെ ഭർത്താവുമാണ്. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പ്രസവ വേദനയെ കൊണ്ട് കഷ്ടപ്പെടുന്നത് അതാണ് എൻ്റെ ഭാര്യ, അവരെ ശുശ്രൂഷിക്കാൻ ആളില്ലെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ സ്വന്തം ഭാര്യയെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിൻ്റെ പ്രസവ വേദനയ്ക്ക് പങ്കാളിത്തം കൊടുക്കാൻ, പ്രസവ വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന പെണ്ണിനെ ശുശ്രൂഷിക്കാൻ സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി. ഇങ്ങനെയുള്ള നീതിമാന്മാരായ ഭരണാധികാരികൾ, അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് അതുപോലുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം വേണമെന്ന് മഹാത്മജി പോലും പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ളതായ നീതിമാന്മാരായ ഭരണാധികാരികൾ എൻ ശത്രുവാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്ലീസ് പറഞ്ഞു എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇന്ന് ലോകത്ത് നീതിമാന്മാരായ ഭരണാധികാരികൾ എന്നുള്ളത് വെറും ഒരു വാക്ക് മാത്രമായി മാറിപ്പോയിരിക്കുകയാണ്. നീതി എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഈ ഒരു കാലഘട്ടത്ത് നീതിമാന്മാരായ ഭരണാധികാരികളെ അള്ളാഹു നമ്മളിലേക്ക് ഏൽപ്പിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭരണാധികാരികൾക്ക് അള്ളാഹു ബോധം നൽകുമാറാവട്ടെ. സമുദായത്തോടുള്ള സ്നേഹവും സമുദായത്തോടുള്ള കരുണയും അള്ളാഹു താല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് വരും തബീഹിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.